ആരിഫ് മുഹമ്മദ് ഖാന്റെ വീരചരിതങ്ങള് പ്രചരിപ്പിക്കലാണ് മലയാള മാധ്യമങ്ങളുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്. കേരളത്തെ വിറപ്പിച്ചാണ് അദ്ദേഹം പോകുന്നത്. കേരള സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയൊക്കെ വിറപ്പിച്ചു എന്നുള്ളതാണ്. വിറപ്പിച്ചു ഇല്ല എന്നുള്ളത് നിൽക്കട്ടെ, നമുക്ക് നോക്കാം. അതല്ല, ഈ വിറപ്പിക്കലാണോ ഗവർണറുടെ ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം എന്നുള്ളതാണ്. കേരളത്തിലെ മാധ്യമങ്ങള് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നൊരു സംഗതിയെ ഉയർത്തിപ്പിടിക്കുന്നതേയില്ല. മറിച്ച് അതിനെ തകിടം മറിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ എന്തിനാണ് ഇത്ര ഒച്ചയെടുത്ത് മലയാള മാധ്യമങ്ങളിൽ ഇത് ചെയ്യുന്നത്, ഈ വീരചരിതം പ്രചരിപ്പിക്കുന്നത്? ഒറ്റ കാര്യമില്ല, വരുന്ന ആളോടും ഞങ്ങൾ കൂടെയുണ്ട്, നിങ്ങൾ ഈ തരപ്പം പണി ചെയ്തോളൂ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തില് ഇത് ഒരു തരത്തിലുള്ള ഭരണഘടനാ മൂല്യങ്ങളെയും ഭരണഘടനാ വ്യവസ്ഥകളെയും അട്ടിമറിക്കുന്നതിനുള്ള സംഘടിതമായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്കിത് കാണേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളതും കൂടി പ്രസക്തമാണല്ലോ. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന കേരള ഗവർണർ, ഔട്ട് ഗോയിങ് കേരള ഗവർണർ കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒന്നൊന്നായിട്ട് പറയാം. ഒന്ന്, കേരള നിയമസഭ പാസാക്കിയിട്ടുള്ള ബില്ലുകൾ അത് ഒപ്പിടാതെ എത്ര കാലവും തനിക്ക് പിടിച്ചു വെക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞു. ഇതിന്റെ ഒറിജിൻ, ഇങ്ങനൊരു തോന്നൽ വരുന്നതിനുള്ള ഒറിജിൻ എന്താണ് എന്നുള്ളത് കേരള കാർഷിക ബന്ധ നിയമത്തിനകത്ത് ചലഞ്ച് ചെയ്തുകൊണ്ടുള്ള കേസിനകത്ത് 2 നിയമസഭകൾക്കിടയിലുണ്ടായ തർക്കത്തിൽ ഒരു കാലവിളംബത്തിനകത്തുണ്ടായ ഒരു പ്രശ്നത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് എല്ലാ കാലത്തും ആ ഒരു പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെ ഒപ്പിടാൻ പ്രത്യേക സമയമില്ല. അതുകൊണ്ട് ആർട്ടിക്കിൾ 200 പ്രകാരം ഒപ്പിടാൻ കൊടുത്താൽ ഒപ്പിടാം, ഒപ്പ് വിത്ത്ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ പ്രസിഡന്റിന് അസെൻഡർ അയക്കാം, തിരിച്ചയക്കാം വേണമെങ്കിൽ. അപ്പോൾ ഒപ്പ് വിത്ത്ഹോൾഡ് ചെയ്യുന്നത് എത്ര കാലം വേണമെങ്കിലും ആവാം, അത്തരം അപരിമേയമായ അധികാരം തനിക്കുണ്ട് എന്നതാണല്ലോ അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ വിറപ്പിക്കൽ. അതെവിടെ എത്തി? ഈ മാധ്യമങ്ങൾ, ഈ വിറപ്പിച്ച ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ പറയുന്നുണ്ടോ? അത് സുപ്രീം കോടതി എടുത്തിട്ട് പറഞ്ഞു, പഞ്ചാബ് വിധി വായിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞത് ഈ ആരിഫ് മുഹമ്മദ് ഖാനോടാണ്. അത് ഒരുപക്ഷെ മലയാളത്തിലെ ഈ കൂലി എഴുത്തുകാരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയുന്നുണ്ടാവില്ല, അഥവാ അറിഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതി പറയുന്നതാണ്. പക്ഷെ എന്താണ് സംഭവിച്ചത്? പതിറ്റാണ്ടുകൾ നീണ്ട കരുതിയിരുന്ന ഒരു സംഗതി, അപരിമേയമായ അധികാരം വിത്ത്ഹോൾഡ് ചെയ്യാനുണ്ട് എന്നത് ആരിഫ് മുഹമ്മദ് ഖാനെ ചലഞ്ച് ചെയ്ത് ആ വ്യവസ്ഥ മാറ്റിക്കുകയാണ് കേരളം ചെയ്തത്. കേരളമല്ല വിറച്ചത്, ആരിഫ് മുഹമ്മദ് ഖാനും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കണേ. തമിഴ്നാട്ടിൽ രവി വിറച്ചു, പഞ്ചാബിലെ ഗവർണർ അയാൾ വിറച്ചു, ഇവരാണ് വിറച്ചത്, കേരളമല്ല വിറച്ചത്. അപ്പൊ രണ്ടാമത്തെ പണി ചെയ്തു. എന്താണ്? അതുവരെ തന്റെ കട്ടിലിന്റെ തലയണ കീഴിൽ എടുത്തു വെച്ചിരുന്ന ബില്ലുകളെല്ലാം കൂടി എടുത്ത് പ്രസിഡന്റിന്റെ അസെൻഡർ അയച്ചു. അപ്പോ പ്രസിഡന്റിന്റെ അസെൻഡർ അയക്കേണ്ടതാണ് എന്നൊരു പരിഗണന, അല്ലെങ്കിൽ അത്തരം ഒരു ബോധ്യം ഒരു ഗവർണർക്ക് ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടാവുന്നത് ഭരണഘടനാപരമായിട്ടാണെങ്കിൽ വന്ന ഉടനെ അയക്കണ്ടേ? ആ റീസണബിൾ ആയിട്ടുള്ള സമയത്തിനകത്ത് അയക്കണ്ടേ? അതിനു പകരം ഭരണഘടനയിൽ ഇങ്ങനെ വിത്ത്ഹോൾഡ് ചെയ്ത് കയ്യിൽ വെക്കാനുള്ള അപരിമേയമായ അധികാരമില്ല എന്ന കോടതി വിധി വരുന്ന ഉടനെ എടുത്ത് പ്രസിഡന്റിനെ അയക്കുന്നത് എന്താണ്? അപ്പോ അത് ഒരു ഗവർണർ എന്ന് പറയുന്ന ഭരണഘടനാ പദവിയുടെ അന്തസ്സിനും അതിന്റെ നടപ്പുവഴികൾക്കും ചേർന്നതല്ല, മറിച്ച് ഒരു തരത്തിലുള്ള ഗുണ്ടാപ്പണി എടുക്കലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത്. ഇതാണോ കേരളത്തെ വിറപ്പിച്ചത്? എന്നിട്ട് സുപ്രീം കോടതി എന്ത് പറഞ്ഞു? ഗൗരവമുള്ള പ്രശ്നമാണ്, പ്രസിഡന്റിന് അയക്കാമോ? അങ്ങനെയല്ല, പ്രസിഡന്റിന് അയക്കുന്നതെല്ലാം പ്രസിഡന്റിന് അപരിമേയമായി കൈവച്ചുകൊണ്ടിരിക്കാൻ കഴിയുമോ? അപ്പോ ഏതു ബില്ലും പ്രസിഡന്റ് റിസർവ് ചെയ്യാമോ എന്ന പ്രശ്നം സുപ്രീം കോടതി പരിഗണിക്കുകയാണ് കേരളത്തിന്റെ കേസിൽ. വിറച്ചിരിക്കുന്നത് ഖാനാണ്, കേരളമല്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് വിറച്ച പ്രയോഗങ്ങളൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഇനി സുപ്രീം കോടതി സർവകലാശാല കേസുകളിൽ എന്താണ് സംഭവിച്ചത്? കേരളം വിറച്ച് അയാളുടെ മുമ്പിൽ പോയി ഭിക്ഷാപാത്രമായിട്ട് നിൽക്കുകയാണ് ചെയ്തത്? അല്ലല്ലോ. കണ്ണൂർ കേസിൽ എന്താണ് സംഭവിച്ചത്? കണ്ണൂർ വിസിയുടെ കേസിനകത്ത് എന്താണ് സംഭവിച്ചത്? കണ്ണൂർ വിസിയുടെ കേസിനകത്ത് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകോപനത്തിന് കാരണം? ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിന്റെ കോൺഫറൻസ് നടക്കുന്നു. അവിടെ ഇർഫാൻ ഹബീബ് സ്വാഭാവികമായും ഹിന്ദുവൽക്കരണ പ്രവണതകൾക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. വിസ്തൃതനായുള്ള പണ്ഡിതനാണ് ഇർഫാൻ ഹബീബ്. അദ്ദേഹം അങ്ങനെ ക്ഷോഭിച്ചത് ഗുണ്ടാപ്പണിയാണ്, അയാൾ ഗുണ്ടയാണ് എന്നാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത്.
ഈ ഇർഫാൻ ഹബീബിനെ പോലെ വിസ്തൃതനായൊരു പണ്ഡിതനെ ഗുണ്ടയെന്ന് വിളിക്കുന്ന ആളെ പോലീസിനെ വിട്ട് അറസ്റ്റ് ചെയ്തിട്ട് ക്രിമിനൽ കേസ് എടുത്തില്ല എന്നുള്ളതാണ് ഗോപിനാഥിനെതിരായിട്ടുള്ള വലിയ പരാതി. അതിന്റെ പേരിലല്ലേ ഈ കോലാഹലം മുഴുവൻ കാണിച്ചത്? എന്നിട്ട് വിട്ടുകൊടുത്തോ? ആ കേസ് തികച്ചും സാങ്കേതികമായിട്ടുള്ളൊരു സംഗതിയിലല്ലേ അവസാനിച്ചത്? അത് സുപ്രീം കോടതി അതിനകത്ത് തെറ്റാണ്, അല്ലെങ്കിൽ ആ തെറ്റായ വ്യാഖ്യാനമാണ് നടത്തിയത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഈ വീഡിയോയിൽ പോകാൻ സാധ്യമല്ല. പക്ഷേ അവിടെയും വിറച്ചത് ആരിഫ് മുഹമ്മദ് ഖാനും അദ്ദേഹത്തിന്റെ സിൽബന്ധികളുമാണ് എന്ന് കാണണം. കേരളത്തിനകത്തുള്ള സർവകലാശാലകളുടെ കേസുകൾ നടക്കുന്നതുണ്ട് എല്ലാമുണ്ട്. ഏറ്റവും ഒടുവിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഏകപക്ഷീയമായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള സെലക്ഷൻ കമ്മിറ്റികളൊക്കെ ഹൈക്കോടതിയുടെ തോട്ടിക്കളഞ്ഞല്ലോ. ഒരു ഹൈക്കോടതി വിധിയെ സംബന്ധിച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും അവസാനം അദ്ദേഹവും ഇവിടുത്തെ കോൺഗ്രസുകാരും RSSകാരും കൂടെ ചേർന്നിട്ടുള്ള ചില ഹൈബ്രിഡ് ജന്മങ്ങളുണ്ട് അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ അത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന RSS ഏജന്റിനെ കേരളം ഇഞ്ചിന് പോരാടുകയാണ് ചെയ്തത്. ആ മെസ്സേജ് പുറത്തു പോകാതെ ഇവിടെ ഞങ്ങൾ കുറച്ചുപേര് ഈ ഗുണ്ടാപ്പണിക്കും ഈ കൊട്ടേഷൻ പണിക്കും കൂടെയുണ്ട് എന്ന മെസ്സേജ് വരുന്നയാൾക്ക് കൊടുത്തുകൊണ്ട് ഇവിടെ വീണ്ടും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ളൊരു ഒരു തടസ്സം ഉണ്ടാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് മലയാള മനോരമയും മാതൃഭൂമിയും പോലുള്ള പത്രങ്ങൾ, ഏഷ്യാനെറ്റ് പോലുള്ള പത്രങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊന്നും കേരളം വിറക്കില്ല. കേരളം വിറച്ചിട്ടുമില്ല. വിറച്ചത് ആരിഫ് മുഹമ്മദ് ഖാനാണ്. അദ്ദേഹം നല്ലോണം വിറച്ചു തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത്, ബാലഗോപാലിനെ വിശ്വാസം നഷ്ടപ്പെട്ട കഥ ഞാൻ പറഞ്ഞില്ലല്ലോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. ബാലഗോപാലിനെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഈ തെരുവിലൊക്കെ ഇറങ്ങി നടന്നല്ലോ. എന്നിട്ട് എന്തു പറ്റി? ബാലഗോപാൽ ഇപ്പൊ മന്ത്രിയല്ലേ, അദ്ദേഹം കേരളത്തിന്റെ ധനമന്ത്രിയല്ലേ. ഇയാളുടെ വിശ്വാസം വ്യക്തിപരമായ വിശ്വാസം വേണ്ടെന്നേ. അത് കേരള സർക്കാർ പറയണതല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഷംസ് കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുള്ളത്. അത് ഒരു വ്യക്തി ദൈവത്തിന്റെ, ഒരു വ്യക്തി ബിംബത്തിന്റെ താല്പര്യമല്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, മന്ത്രിസഭയുടെ ഉപദേശവും നിർദ്ദേശവും അനുസരിച്ച് പ്രവർത്തിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് ഷംസ് കേസിൽ സുപ്രീം കോടതി ഇവിടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് പോയി പണി നോക്കാൻ പറഞ്ഞത്. അതാണ് പറഞ്ഞത്, പേ വാക്കിന് പൊട്ടു ചെവി എന്നുള്ളതാണ് പിണറായി വിജയൻ അക്കാര്യത്തിൽ അത് ചെയ്തത്. എനിക്ക് വിശ്വാസം നശിച്ചു തോന്നി. അയ്യോ അല്ല, അങ്ങനെയല്ല, പുള്ളി വളരെ നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞ് പിണറായി വിജയൻ രാജ്ഭവന്റെ അകത്ത് കയറി തിന്നോ? മൂത്രം ഒഴിച്ചോ തൊട വഴി? ഇല്ല, മൂത്രം ഒഴിച്ചിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, പേ വാക്കിന് പൊട്ടു ചെവി എന്നതായിരുന്നു പിണറായി വിജയൻ ബാലഗോപാൽ കേസിനകത്ത് ഈ ആരിഫ് മുഹമ്മദ് ഖാനോട് കാണിച്ചത്. ഇനി വരുന്നയാളും ഇത്തരത്തിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ അതിൽ കേരളത്തിലെ പൊതുസമൂഹവും കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരും കേരളത്തിലെ CPM ചെറുക്കുക തന്നെ ചെയ്യും. അതിന് കൊട്ടേഷൻ പണിയെടുത്ത് അതിനെ അങ്ങ് പരാജയപ്പെടുത്തി കളയാമെന്ന് കേരളത്തിലെ ഈ എന്താ പറയാ മറ്റേ ഠാക്കൂറിന്റെ അത്താഴ വിരുന്നിൽ പങ്കെടുത്ത മാധ്യമങ്ങളുടെ ഈ ഗൂഢസെറ്റ് കരുതണ്ട. അത് നടക്കാൻ പോകുന്ന കാര്യമല്ല.